ക്ലാസ്സിലെ ടോപ്പർ ആവാന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം ആണല്ലേ. അപ്പൊ നമുക്കിടയിൽ തന്നെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോപ്പേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഹാർഡ് വർക്കർ. ഹാർഡ് വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട എല്ലാ പുസ്തകങ്ങളും അവർക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും വായിച്ച് എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കുന്ന നമ്മുടെ പുസ്തകപ്പുഴ പോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹാർഡ് വർക്കേഴ്സ് പറയും. അവർ നല്ലതുപോലെ കഷ്ടപ്പെട്ടാണ് പഠിച്ചെടുക്കുക. രണ്ടാമതായിട്ട് വരുന്നവരാണ് നമ്മുടെ സ്മാർട്ട് വർക്കേഴ്സ്. അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കും. അവർ സ്മാർട്ട് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അവരങ്ങനെ കുറേ പുസ്തകങ്ങളൊന്നും വായിക്കില്ല, പക്ഷെ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ബുക്ക് വായിക്കും. അതിന് അടിപൊളിയായിട്ട് പഠിക്കും. അവർ ആവശ്യമുള്ള കീ പോയിന്റ്സ് ഒക്കെ നോക്കി കുറെ മൈൻഡ് ഗെയിംസിലൂടെയും ടിപ്സിലൂടെയും ട്രിക്സിലൂടെ ഒക്കെ ആയിരിക്കും അവർ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുക. ദെൻ മൂന്നാമതായിട്ട് വരുന്ന ആൾക്കാരാണ് സെൽഫ് മോട്ടിവേറ്റഡ്. അവരുടെ അടുത്ത് പഠിക്കുന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് പഠിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ അവർ തന്നെ കണ്ടെത്തിക്കോളും. അവർ സ്വയമായിട്ട് ഇരുന്ന് പഠിച്ചോളും. അവരെ അടുത്ത് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാലാമത് വരുന്ന ആൾക്കാരാണ് ലെജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള മക്കളെ അവർ കളിക്കുന്ന സമയത്ത് കളിച്ചോളും, പഠിക്കുന്ന സമയത്ത് പഠിച്ചോളും. ലാസ്റ്റ് എക്സാം വരുമ്പോൾ അവർക്ക് നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടായിരിക്കും. അക്കാദമിക് സൈഡോടെ നോൺ അക്കാദമിക് സൈഡോടെ അതെല്ലാം അടിപൊളിയായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. മിസ്സിന്റെ കുട്ടികളെല്ലാവരും ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം.